ശ്രീ ബി ജയരാജ്, ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്, അങ്ങ് നേരത്തെ കേട്ടിരുന്നില്ല. പുതിയ മദ്യനയം ചർച്ച ചെയ്തിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞു. മന്ത്രി വളരെ പരിഹാസ രൂപേണയാണ് ഞങ്ങൾ ആലോചിച്ചിട്ട് പോലുമില്ലാത്ത കാര്യങ്ങൾ എന്തിന് ഇങ്ങനെ ചോദിക്കുന്നു എന്ന് ചോദിക്കുന്നു. പിന്നീട് രാജി ആവശ്യപ്പെടുന്നു പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ പരിഹസിച്ചുകൊണ്ട് എന്തേ അവരിത് നേരത്തെ ചോദിച്ചില്ല എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഈ പാർട്ടിയും മുന്നണിയും സർക്കാരും ഒന്നും ആലോചിച്ചിട്ട് പോലുമില്ലാത്ത മദ്യനയം ഈ ബാർ മുതലാളിമാരുടെ യോഗത്തിൽ എങ്ങനെയാണ് വിഷയമാകുന്നത്? അതിലെ കാര്യങ്ങൾ എങ്ങനെയാണ് അവർ ചർച്ച ചെയ്യുന്നത്? ബാർ മുതലാളിയുടെ യോഗത്തിനിത് ചർച്ചയായോ, അതിനകത്ത് എന്ത് ഗൂഢാലോചനയുടെ ഫലമാണോ എന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റില്ല. കാരണം എന്തായാലും ഒരു പോളിസി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം വാസ്തവമാണ്. ഒരു പ്രീ പോളിസി ഡിസ്കഷനും നടന്നിട്ടില്ല എന്നുള്ള കാര്യം വാസ്തവമാണ്. ഈ മന്ത്രി സെക്രട്ടറി തല ശുപാർശയുണ്ടോ? ഡ്രൈ ഡേ പാടില്ല, അത് വിദേശ വിനോദസഞ്ചാരികളുടെ വരവിനെ അവരുടെ ടൂറിസത്തെ ഒക്കെ ബാധിക്കുന്നു എന്ന് സെക്രട്ടറി തല ശുപാർശയുണ്ടോ? ഡ്രൈ ഡേ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ശുപാർശ ഉണ്ടായിട്ടുണ്ടാവണം. അങ്ങനെ എന്തെങ്കിലും ശുപാർശ ഉണ്ട്. കാരണം കേരളം ഒരു ടൂറിസ്റ്റ് സംസ്ഥാനമാണെന്ന് എല്ലാവർക്കും അറിയാം. തന്നെയാണ് ജീവിക്കുന്നത്, പ്രസന്റ് ജീവിക്കുന്ന ആളുകളാണ്. അതുപോലെ ഐ ടി പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഐ ടി പാർക്കിൽ മദ്യശാല തുടങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ടത് ഐ ടി പാർക്കിലുള്ള വൈറ്റ് കോളർ തൊഴിലാളികളാണ്. അവരെ സംബന്ധിച്ച് അവരുടെ പ്രമിസസിനകത്ത് തന്നെ, അതായത് പ്രത്യേക എക്കണോമിക് സോൺ ആണല്ലോ അത്, അതിനകത്ത് ഒരു തുടങ്ങുന്നതുകൊണ്ട് പൊതുജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. അവർക്കങ്ങ് പുറത്തു പോയി പബ്ലിക്കുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ടുന്ന വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്ക്, ചിലർ റിലാക്സ് ചെയ്യുന്ന അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അവരുടെ ഒരു വർക്ക് നേച്ചർ അങ്ങനെയാണ്. കാര്യം ദർ മോർ വെസ്റ്റേൺ ഓറിയന്റഡ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നവരുണ്ടാവും. അവർക്ക് പുറത്തു പോയിട്ട് വേറെ ഒരു ബാറിൽ ചെന്ന് കയറാനോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അവരുടെ പ്രമിസസിനകത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ അനുവദിച്ചു കഴിഞ്ഞാൽ അവരും ദേ വിൽ ബി ഓൾസോ ഹാപ്പി എന്നുള്ള അർത്ഥത്തിലാണ് ഐ ടി പാർക്ക്. അതിനുവേണ്ടി ഐ ടി പാർക്കൊന്നും ഇല്ല. പിന്നെ കുണ്ടറയിൽ അത് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഫങ്ഷനിങ് ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു ടെക്നോ പാർക്കിലും ഐ ടി ഇൻഫോ പാർക്കിലും ഒക്കെ ആയിരിക്കാം ഇത് സാധ്യത. തുടങ്ങാൻ ഉണ്ടെങ്കിൽ സാധ്യത ഉണ്ടെങ്കിൽ അതിന്റെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡിസ്കഷൻ നടന്നു കാണും. പക്ഷേ മദ്യനയത്തിന്റെ ഒരു പോളിസിയുടെ ഒരു പ്രീ പോളിസി ഡിസ്കഷൻ പോലും ഇതുവരെ നടന്നിട്ടില്ല. പിന്നെ ഇയാൾ പറഞ്ഞ സാധനം തന്നെ അയാൾ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ അയാളെ വിളിച്ചിരുത്തി ക്ലാരിഫൈ ചെയ്യണം. ഈ പറഞ്ഞ അനിക്കുട്ടനെ വിളിച്ചിട്ടാണിത്, അനിക്കുട്ടനെ മറ്റേ വിളിച്ചിട്ടാണിത് ക്ലാരിഫൈ ചെയ്യണമെന്നത്. അത് ചാനലിന്റെ മുമ്പിൽ വന്നിരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ന് മാറ്റി പറഞ്ഞു. ഇതിനൊന്നും മറുപടി പറയേണ്ടത് സർക്കാരല്ല. ഇത് അവരുടെ സംഘടനയ്ക്കുള്ളിലുള്ള പ്രശ്നം. പിന്നെ നേരത്തെ ഈ ടാക്സ് വെട്ടിക്കുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞ പ്രശ്നം. ഇങ്ങനെ അപ്പോൾ പ്രതികാരമാണ്. ബാർ മുതലാളിമാരുടെ യോഗത്തിൽ സർക്കാരിനെതിരെ രൂപപ്പെട്ടു വന്ന പ്രതികാര ബുദ്ധിയുടെ പ്രതിഫലനമാണ് നമ്മൾ കണ്ടത്. സർക്കാരിനെ ഒന്ന് കുടുക്കാൻ വേണ്ടി അനിമോൻ അടക്കം ചെയ്ത കൃത്യം അതവിടെ നിൽക്കട്ടെ. ഷുക്കൂർ, അതായത് സർക്കാർ സമയം കൂട്ടിയാലേ അല്ലെങ്കിൽ ഡ്രൈ ഡേ ഒഴിവാക്കിയാലേ നമ്മുടെ ടൂറിസം നന്നാകൂ എന്നാണ് പറച്ചിൽ. അപ്പോൾ ഡ്രൈ ഡേ മാറ്റാനും മറ്റും സമ്മർദ്ദം ചെലുത്തിയത് മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയാണെന്ന് എം ഹസൻ എന്ന വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി. മുഹമ്മദ് റിയാസിൻ്റെ പേരെടുത്ത് നിങ്ങൾ പറയുന്നത് അതുവഴി മുഖ്യമന്ത്രിക്കെതിരെ വടിയെടുക്കണം, അതിനുള്ള തന്ത്രമാണ്. അല്ലേ, മുഖ്യമന്ത്രി അല്ലാതെ തന്നെ ഇതിൻ്റെ ഭാഗമാണല്ലോ. മുഖ്യമന്ത്രി അറിയാതെ ഈ കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് ഇന്നത്തെ മുഖ്യമന്ത്രി തന്നെയാണ്. ശ്രീ മാണിക്കെതിരെ ആക്ഷേപം വന്നപ്പോൾ, ആരോപണം വന്നപ്പോൾ, അതെ അന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്കിപ്പൊ കേൾക്കാമല്ലോ. നിങ്ങളുടെ അതിന്റെ വീഡിയോ അറിയാതെ ഒന്നും നടക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു, ആവർത്തിച്ചു പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞത് അന്ന് ഉമ്മൻചാണ്ടിയെ കുറിച്ചും അതെ എന്തെല്ലോ പറഞ്ഞു. അപ്പൊ അത് ബാർ 1 കോടി രൂപയുടെ അഴിമതി, ഇപ്പോൾ 20 മുതൽ 25 കോടി രൂപ വരെയുള്ള അഴിമതി. ഇപ്പൊ ഈ അഴിമതി നടത്തുന്ന കാര്യത്തിൽ ആരൊക്കെ എന്ത് പറഞ്ഞാലും ഈ ഡ്രൈ ഡേ അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വളരെ കൃത്യമായ ചർച്ചകൾ ഗവൺമെൻറ് തലത്തിൽ രഹസ്യമായി നടന്നിട്ടുണ്ട്. അതിൻ്റെ സൂചന നമുക്ക്
ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ കോൺഫറൻസിലൂടെ ആ കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. 15,000 കോടി രൂപയുടെ ലാഭം ഉണ്ടാകും നമുക്കങ്ങനെ ഈ ഡ്രൈ ഡേ അവസാനിപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ഉദ്യോഗസ്ഥന്മാരും സർക്കാർ ജീവനക്കാരും ശമ്പളം വാങ്ങി നേരെ ഷാപ്പുകളിലേക്ക് പോകട്ടെ, ബാർ ഹോട്ടലുകളിലേക്ക് പോകട്ടെ. അതുവഴി നമ്മുടെ സമൂഹത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് വരുമാനമാണ് ലക്ഷ്യം, ഞങ്ങൾക്കും പണം കിട്ടണം, പാർട്ടിക്കും കിട്ടണം, നേതാക്കൾക്കും കിട്ടണം, ഒപ്പം സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അവസാനിപ്പിക്കണം. നല്ല മാർഗം ഇതാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവല്ലേ ഈ പറഞ്ഞ ഈ ബാർ ഉടമകളുടെ സംഘടന, ഹോട്ടലുകാരുടെ സംഘടന ഈ യോഗം ചേരുന്നതും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ താഴേക്ക് പോകുന്നതും അവർ പണം സമാഹരിക്കുന്നതിന് വേണ്ടി ഇറക്കിയ വോയിസ് മെസ്സേജ്, ശബ്ദ സന്ദേശത്തിൽ വ്യക്തമായി ഓരോ കാര്യങ്ങളും പണം എന്തിനാണ് ഡ്രൈ ഡേ അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നയ രൂപീകരണം നടക്കുന്ന ഘട്ടത്തിൽ അത് നമ്മുടെ താല്പര്യം, സ്ഥാപിത താല്പര്യം സംരക്ഷിക്കുന്നതിനാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ കാര്യങ്ങൾ നടന്നത്. അത് നിഷേധിക്കാനാകുമോ? അത് നിഷേധിച്ചാൽ നിലനിൽക്കുമോ? എവിടെയാണ് നമുക്ക് ഇതിനെ കാണേണ്ടത്? അപ്പോൾ എന്താ ഇത് ചെയ്യേണ്ടത്? സർക്കാർ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകണം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരണം. അതിലേക്കാണ് പോകേണ്ടത്. അതിന് പകരം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ, വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വിജിലൻസിൻ്റെ മുമ്പാകെ നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. ആ പരാതികൾ വന്നിട്ടുണ്ട് എന്ന് എക്സൈസ് വകുപ്പിലെ ഉന്നതരായ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ്. ഈ ഡ്രൈ ഡേയുടെ പേരിൽ പണപ്പിരിവ് നടക്കുന്നു, കോഴ കൊടുക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ നടക്കുന്നു. ഞങ്ങൾ പേര് വെക്കാതെ ഞങ്ങളെ എല്ലാം ബാധിക്കുന്ന പ്രശ്നമാണെന്ന് പറഞ്ഞു ചില ബാർ ഹോട്ടൽ ഉടമകൾ പരാതി അയച്ചിട്ടുണ്ട്. ആ പരാതി എക്സൈസ് വകുപ്പിന്റെ വിജിലൻസിന്റെ മുമ്പാകെ ഉണ്ട് എന്ന് ഇന്ന് പുറത്തു പറഞ്ഞിട്ടുണ്ട്. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, ഈ കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരമായി ചേർത്തു വായിച്ചത് ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ്. അത് ആദ്യം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. ആ കോൺഗ്രസിന് തന്നെ ആം ആദ്മിയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരുന്നു. ഇവിടെ വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിലെ കക്ഷിയാണ് CPM അല്ലെങ്കിൽ ഇടതു പാർട്ടികൾ. അവർക്കെതിരെ കോൺഗ്രസിന് നിൽക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് BJP ഈ ഡൽഹി മദ്യനയ അഴിമതിയുടെ കോപ്പിയാണ് ഇവിടെ നടക്കുന്നത് എന്നാരോപിക്കുന്നത്? ഇതിനകത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഷുക്കൂർ സാറിനോട് അദ്ദേഹത്തോട് ചോദിക്കാനുണ്ടായിരുന്ന ഒരു ചോദ്യം ഇത് തന്നെയായിരുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ പുറകിൽ ഇറങ്ങും, ഞങ്ങൾ വലിയ സമരം നടത്തും, ഞങ്ങൾ വലിയ പോരാട്ടത്തിലേക്ക് പോവുകയാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ഡൽഹി മദ്യനയ കേസിൽ നിങ്ങൾ എടുത്ത നിലപാട് പോലെ തന്നെ ടേൺ അടിക്കുമോ എന്നുള്ള കാര്യമാണ്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് ഇപ്പോൾ ഡോക്ടർ B ജയരാജ് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ് എന്നാണ് പറയുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ ഇത് എങ്ങും എത്താൻ പോകുന്നില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ സമരം ഏത് രീതിയിലേക്ക് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്വേഷണം നിഷ്പക്ഷമായ ഒരു ഏജൻസി നടത്തണം എന്നുള്ള തലത്തിലേക്ക് വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമരം പോകേണ്ടതെന്നാണ് എൻ്റെ പരിമിതമായ രാഷ്ട്രീയ ബുദ്ധിയിൽ എനിക്ക് തോന്നുന്നത്. കാരണം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാലോ കേരള പോലീസ് അന്വേഷിച്ചാലോ ഒന്നും ഇതിൻ്റെ നിജസ്ഥിതി ഒരിക്കലും പുറത്തു വരുവാൻ പോകുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്പക്ഷമായ മറ്റൊരു ഏജൻസി വേണം ഇത് അന്വേഷിച്ചാൽ മാത്രമേ ഇതിനകത്തുള്ള സത്യം പുറത്തു വരികയുള്ളൂ. അതാണ് ശരിക്കും പ്രതിപക്ഷം ഇവിടെ ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെ പുറത്തു വരികയും ഡൽഹിയിലെ പോലെ തന്നെ ഇവിടുത്തെ മന്ത്രിമാർ അറസ്റ്റിലാകാൻ തുടങ്ങുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ കോൺഗ്രസ് ടേൺ അടിക്കുമോ നമുക്കറിയില്ല. അവരുടെ പാരമ്പര്യം അനുസരിച്ചിട്ട് അവരുടെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രം അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ടേൺ അടിക്കുമെന്ന് തന്നെയാണ് സാധ്യത. അതെന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഇനി ഡൽഹി മദ്യനയം എന്തായിരുന്നു, ഇവിടുത്തെ മദ്യനയം എന്തായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായിരുന്നു ഡൽഹി മദ്യനയം? ഡൽഹിയിൽ ഈ പറയുന്ന നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പോലത്തെ ഔട്ട്ലെറ്റുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ഔട്ട്ലെറ്റുകളിൽ ഒരു കുപ്പി മദ്യം വിൽക്കുന്ന സമയത്ത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 337 രൂപയാണ് ഗവൺമെൻറ്റിന് കിട്ടിക്കൊണ്ടിരുന്നത്. 338 രൂപയാണ് ഗവൺമെൻറ്റിന് കിട്ടിക്കൊണ്ടിരുന്നത്. 337 ആ റേഞ്ചിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. 750 ml മദ്യം വിൽക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ഇവരൊരു പുതിയ മദ്യനയം കൊണ്ടുവരികയാണ്. മദ്യനയം കൊണ്ടുവന്നിട്ട്
എന്താണ് 32 സോണുകളായിട്ട് ഡൽഹിയെ തിരിക്കുന്നു. ഓരോ സോണിലും 27 പ്രൈവറ്റ് ഔട്ട്ലെറ്റുകൾ വരുന്നു. ഈ ഓരോ ഔട്ട്ലെറ്റിലും മദ്യം വിറ്റ് കഴിയുമ്പോഴേക്കും ഈ 331 രൂപ ഗവൺമെന്റിന് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് വെറും 8 രൂപ മാത്രമായിട്ടെന്തോ അത് കുറയുന്ന സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. ബാക്കി മുഴുവൻ പ്രൈവറ്റ് ഔട്ട്ലെറ്റുകൾക്ക് ലാഭമായിട്ട് പോകുന്ന സാഹചര്യം. ഇത് ഗവൺമെന്റിനെ ബ്രൈബ് ചെയ്ത് സാധിച്ചു എടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഇത് മാത്രവുമല്ല, അവിടെ ഈ പറയുന്ന 15 ഡ്രൈ ഡേകൾ എന്തോ മറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ കാശ് കൊടുത്തിട്ട് പ്രൈവറ്റ് ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഡ്രൈ ഡേകൾ മൊത്തം ഒഴിവാക്കി കൊടുക്കണം എന്നുള്ളതായിരുന്നു ഒരാവശ്യം. രണ്ടാമത്തെ ഒരാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണി 9 മണിയോടുകൂടി അടച്ചുകൊണ്ടിരുന്ന ഈ ഔട്ട്ലെറ്റുകൾ ആ സമയത്ത് അടയ്ക്കാൻ പറ്റില്ല, വെളുപ്പിനെ 3 മണി വരെ തുറന്നു വെച്ച് മദ്യം വിൽക്കാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു മറ്റൊരാവശ്യവും. അങ്ങനെ ഏതാണ്ട് 2-3 മാസത്തോളം ഇത് പ്രവർത്തിച്ചു. വലിയ തലത്തിലുള്ള കച്ചവടം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കണക്കുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഡ്രൈ ഡേകൾ ഒഴിവാക്കി കൊടുക്കണം, മദ്യം വിൽക്കാനുള്ള സമയപരിധി നീട്ടിക്കൊടുക്കണം. ഇതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. ഇത് വളരെ കൃത്യമായിട്ടും ഡൽഹി മദ്യനയം എന്തായിരുന്നോ, ഡൽഹി മദ്യനയ കേസ് എന്തായിരുന്നോ അതിൻ്റെ ഒരു റെപ്ലിക്കയാണ് ഇവിടെ നടക്കുന്നതെന്നും. ഡൽഹിയിൽ എന്തായിരുന്നു, തെലങ്കാനയിലെ മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവുവിൻ്റെ മകള് കവിത, ആ കവിതയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്യാങ് അവിടെ ഇരുന്ന് ലോബി ചെയ്തുകൊണ്ട് പൈസ ആം ആദ്മി പാർട്ടിക്ക് നൽകിക്കൊണ്ടാണ് അവർ ഈ പറയുന്ന ഔട്ട്ലെറ്റുകൾ അവിടെ സ്ഥാപിക്കുവാൻ പോയതും ആ തരത്തിലുള്ള സ്വാധീനം അവിടെ ചെലുത്തിയതും. ഇവിടെ അതുപോലൊരു ലോബിങ് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ പറയുന്ന ബാർ മുതലാളിമാരെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്നു, നമ്മൾ ഇത്ര ലക്ഷം രൂപ വെച്ച് നമ്മൾ സംഭാവന ചെയ്യണം. അങ്ങനെ സംഭാവന ചെയ്തുകൊണ്ട് ഗവൺമെന്റിനെ ബ്രൈബ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന മദ്യനയം മാറ്റി ഡ്രൈ ഡേകൾ ഒഴിവാക്കി നമുക്ക് മദ്യം കൂടുതൽ വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി രാത്രിയിൽ ബാറുകൾ കൂടുതൽ നേരം തുറന്നു വയ്ക്കാനുള്ള അനുവാദം മേടിച്ചെടുക്കണമെന്നുള്ളത് വളരെ ക്ലീൻ കേസാണ്. രണ്ടും ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവേണ്ടതില്ല. ശരി, പ്രൊഫസർ ഡോക്ടർ ബി ജയരാജ്, ഈ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ് പുതിയ ആരോപണത്തിന് പിന്നിലെങ്കിൽ, അതിന് പ്രതിപക്ഷത്തിന് കൂടി കൈയുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത സർക്കാരിന് തന്നെയാണ്. അവിടെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്ങനെയാണ് സുതാര്യമാവുക? പോലീസ് അന്വേഷണം എങ്ങനെയാണ് സുതാര്യമാവുക? നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിന് സർക്കാർ ആർജവം കാണിക്കണ്ടേ? ഈ ഒരു ആരോപണം കൊണ്ടുവന്ന ഒരൊറ്റ ദിവസം കൊണ്ട് അത് ചീറ്റിപ്പോയി. ഇത് നനഞ്ഞ വടക്കമായി പോയി എന്നുള്ള കാര്യം ഈ ചർച്ചയിൽ അത് മനസ്സിലായി. ഇന്ന് അനിമോന്റെ മലക്കം മറിച്ചിൽ കണ്ടപ്പോൾ മനസ്സിലായി അത് ആരോപണം ചീറ്റിപ്പോയതാണോ പൊട്ടിത്തെറിച്ചതാണോ എന്ന്. ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ചർച്ച നടത്തുന്നത് തീർച്ചയായും വന്നു കഴിഞ്ഞു. അയാളെ വിളിച്ചിരുത്തി ചോദിക്കാന്നേ, അയാൾ ഈ കേരളത്തിൽ ജീവിക്കുന്ന ആളല്ലേ, അയാളെ വിളിച്ചിട്ട് ചോദിക്കുക എന്തിനാണ് നിങ്ങളെ കോൺട്രഡിക്ട് ചെയ്തത്. ഒരു ആരോപണം പറഞ്ഞതിന്റെ പേരിൽ 2 ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു പോയ മനുഷ്യനാണ് അയാൾ. ഇന്ന് നാടകത്തിന്റെ തിരക്കഥയൊക്കെ പൂർത്തിയായ ശേഷം വന്ന് മറുപടി പറയുന്നു. അതും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തല ഉയർത്തി നിൽക്കാൻ കഴിയാതെ സഹപ്രവർത്തകരെ, പ്രിയ മെമ്പർമാരെ, ഞാൻ അനിമോൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കൊണ്ട് മറുപടി പറയുന്ന ഒരു ഭീരുവാണെന്ന് തോന്നുന്നു. അയാളാണോ ഇനി വിളിച്ചിരുത്തി ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്? അയാൾ ജേർണലിസ്റ്റുകളുടെ ഉത്തരം ഷുക്കൂറാണ്. അതിനെ കുറിച്ചാണ്. അല്ല ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. ചോദിക്കൂ. ചോദിച്ചോളൂ. അല്ല, എനിക്ക് മനസ്സിലാകാത്തത് അയാളെ വിളിച്ചിരുത്തി ഈ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചു പറഞ്ഞാൽ ഇത് കേസ് തീരുവോ? കേസ് എങ്ങനെ തീരുവോ? ഇത് അയാളെ തിരിച്ചു പറഞ്ഞു വീണ്ടും വിളിച്ചിരുത്തി ഒരു ചാനൽ ചർച്ചയിലൂടെ ഞാൻ അങ്ങനെ ഞങ്ങളിപ്പോ വിളിക്കാൻ ശ്രമിച്ചു, പുള്ളി വീണ്ടും സ്വിച്ച് ഓഫ് ആണ്, വീണ്ടും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഞങ്ങൾ വിളിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണോ ജയരാജ് കരുതി വെച്ചിരിക്കുന്നത്? അങ്ങനെ കഴിയുമോ? ഇതിന്റെ പുറകിൽ നിങ്ങൾക്ക് ക്രൈംബ്രാഞ്ച് സാഹചര്യങ്ങൾ എങ്ങനെയാണ് വന്നത് എന്നതിന്റെ ഈ കൈക്കൂലി കൊടുക്കാൻ, ഈ കോഴ കൊടുക്കാൻ, പണം പിരിക്കാൻ തീരുമാനിച്ച അതിന് നേതൃത്വം കൊടുത്ത നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണമെന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമല്ല, BJP കൂടിയാണ്. ഇവിടെ കോൺഗ്രസിന്റെ ഇത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന എത്ര കാലമായിട്ട് ഈ കോൺഗ്രസിന്റെ പാരമ്പര്യം ഇടതുപക്ഷക്കാരന്റെ തലയിൽ കെട്ടിവെച്ച് കൊടുക്കരുത്. മദ്യനയത്തിൽ കഴിഞ്ഞ തവണ ഉൾപ്പെടുത്തുമെന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ സംസാരിക്കുന്നത്? എന്ത് അഴിമതിയാണെന്നാ?
ഇതുപോലെ അഴിമതി ഈ എവിടെ പോയി ക്യാമറയുടെ കണക്കും പണവും ഇപ്പോൾ പ്രവർത്തനരഹിതമായി കിടക്കുന്ന ആരോപണങ്ങളല്ലാതെ യാതൊരു തെളിവില്ലാതെ അന്വേഷണം എവിടെയാ? ഏതെങ്കിലും ഒരു ആരോപണം വന്നാൽ ഒരു മാസം മിണ്ടില്ല മുഖ്യമന്ത്രി. മൗനമാണ് മറുപടി. മൗനം സമ്മതമെന്ന് ബാക്കിയുള്ളവർ പരിഗണിക്കുന്നു. ബോർഡിൽ ഉണ്ടാക്കിയ ഒരു കരാർ 25 വർഷക്കാലത്തെ ഒരൊറ്റ ദിവസത്തെ ഈ സാധനം 20-48 മണിക്കൂറിന് മുമ്പ് അത് ചീട്ട് കൊട്ടാരം പോലെ പ്രതിപക്ഷം കോൺഗ്രസും BJPയും ഒക്കെ സമരത്തിൽ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഡോക്ടർ വിജയരാജ് തകർന്നു പോയതിന്റെ വിഷമാണ് താങ്കൾ പറയുന്നത്. താങ്കളുടെ മനോരാജ്യം തകർന്നു പോയ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഒരു അഴിമതി ആരോപണം പോലും തെളിയിക്കാനും മനോരാജ്യം തകർന്നു പോയെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടേതാണ്. കാരണം 10-25 കോടി രൂപ കോഴ വാങ്ങി പോക്കറ്റിൽ ഇടാം എന്ന് പറഞ്ഞ് മനോരാജ്യം മുണ്ട് കഴിഞ്ഞിരുന്ന MP രാജേഷിനും കൂട്ടർക്കുമാണ് മനോരാജ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോയിരിക്കുന്നത്. വേറെ ആർക്കൂടെ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് CPM-നാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ നേതാക്കൾക്കാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നത്, മറ്റാർക്കുമല്ല. പിന്നെ നനഞ്ഞ പടക്കം പോലെ പോയി, ഓലപ്പടക്കം പോലെ പോയി എന്നൊക്കെ പറയാതെ ഇത് കത്തി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തിരി പൊട്ടി കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി അത് നനഞ്ഞ പടക്കമാണോ അതോ ബോംബായിരുന്നോ എന്നുള്ള കാര്യം നിങ്ങൾ അത് പൊട്ടി കഴിഞ്ഞിട്ട് നോക്കിയാൽ പോരെ. ഇപ്പൊ തിരി കത്തി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമുക്ക് കാണാതെ മുമ്പോട്ട് ഈ നിങ്ങൾക്കത് നനഞ്ഞ പടക്കമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഈ ആരോപണത്തിന് കഴമ്പില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിഷ്പക്ഷമായ ഒരു ഏജൻസിക്ക് ഈ അന്വേഷണം വിട്ടുകൊടുക്കാൻ CPM തയ്യാറാവുമോ? ചലഞ്ചാണ്, ചലഞ്ച് ചെയ്യുവാണ്. നിങ്ങൾക്ക് നനഞ്ഞ പടക്കമാണ്, ഈ ആരോപണത്തിൽ കഴമ്പില്ല. 24 മണിക്കൂറിൽ ഇത് ചീറ്റി പോവും, 48 മണിക്കൂറിൽ ഇത് ചീട്ട് കൊട്ടാരം പോലെ തകരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്കിത് നിഷ്പക്ഷമായ ഒരു അന്വേഷണ ഏജൻസിക്ക് അന്വേഷണം വിടാനുള്ള ധൈര്യം ഉണ്ടാവോ? ഏജൻസി എന്ന് പറഞ്ഞു തരൂ. ആ ഏജൻസിയുടെ പേര് പറയുന്നേ. അല്ല, ഏജൻസിയുടെ പേര് ഞങ്ങളാണോ പറയേണ്ടത്? നിങ്ങൾ പറയുന്നേ. നിങ്ങൾക്കറിയില്ലേ, നിങ്ങളുടെ പ്രതിപക്ഷത്തിൽ ഏതൊക്കെ ഏജൻസി അന്വേഷണം വേണമെന്ന് പറഞ്ഞായിരുന്നു സോളാർ വിഷയത്തിന് സമരം നടത്തിയത്? സോളാർ വിഷയത്തിൽ നിങ്ങൾ എന്തായിരുന്നു സമരം നടത്തിയത്? അപ്പൊ നിങ്ങൾക്ക് ഏത് ഏജൻസിയായിരുന്നു അന്വേഷിക്കേണ്ടത്? നിങ്ങൾക്ക് ഏത് ഏജൻസിയുടെ നിഷ്പക്ഷതയിലായിരുന്നു വിശ്വാസ്യത ഉണ്ടായിരുന്നത്? ഒന്ന് പറയാമോ? നാട്ടിൽ ഒരുപാട് ഏജൻസികൾ ഉണ്ടെന്നേ, അന്വേഷിക്കട്ടെന്നേ. ഏത് ഏജൻസികൾ അന്വേഷിച്ചിരുന്നാലും തെളിവുകൾ മുമ്പിൽ കൊണ്ടുവയ്ക്കട്ടെ. സന്ദേശത്തിനൊക്കെ ഇതുപോലൊരു പിന്നെ 24 മണിക്കൂറിൽ ഇത് ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് അദ്ദേഹം അനിമോൻ എന്ന് പറയുന്ന ആള് വന്നിട്ട് അത് കെട്ടിട നിർമ്മാണ ഫണ്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ നിങ്ങൾ ചീറ്റ് ചെയ്ത് പറയുന്നത്. ശരി, കെട്ടിട നിർമ്മാണ ഫണ്ടാണ് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എന്തിനാ ഒളിച്ചു കിടക്കുന്നത്? 48 മണിക്കൂർ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് എവിടെ പോയിരുന്നു? കെട്ടിട നിർമ്മാണ ഫണ്ട് പിരിക്കുന്നവരെല്ലാവരും ഒളിവ് പോവുകയാണ്. ഈ പടക്കം ചീറ്റിപ്പോയെങ്കിൽ നമുക്ക് ഇന്നലെ അനിമോൻ പറഞ്ഞ വാക്കുകൾ കേൾക്കാം. അനിമോൻ വാട്സാപ്പ് സന്ദേശത്തിലൂടെ അനിമോന്റേതായി പുറത്തു വന്ന ആ സന്ദേശം നമുക്കൊന്നുകൂടി കേട്ടുനോക്കാം. കേട്ടു നോക്കിയിട്ട് ഇന്നത്തെ അനിമോന്റെ വിശദീകരണം കൂടി വെച്ച് നമുക്ക് നോക്കാം. കേൾപ്പിക്കും. അതാണല്ലോ ആരും കേൾക്കാതെ. ഇന്നലെ പറഞ്ഞ അവിടെ നിൽക്കട്ടെ. ഇന്നലെ പറഞ്ഞത് കേൾക്കാം. ഇന്നലെ പറഞ്ഞതാണല്ലോ ആരോപണം. ഇന്നലെ പറഞ്ഞതാണ് ആരോപണം. നിങ്ങൾക്കത് കേൾക്കാനുള്ള ധൈര്യം പോലും ഇല്ല. അതാണ് പ്രശ്നം. ഇന്ന് ആരോപണമേ ഇല്ല. വളച്ചൊടിക്കലും നാടകം കളിയും മാത്രമേ ഉള്ളൂ. കേട്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, നമുക്കതൊന്നുകൂടി കേൾക്കാം. PCR അതൊന്നുകൂടി പ്ലേ ചെയ്യൂ പ്ലീസ്. പ്രിയപ്പെട്ട FKH ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ FKH ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ. ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് എർണൈസൻസ് ഹോട്ടലിൽ നിന്നാണ്. ഇവിടെ നമ്മുടെ FKHയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ്. അതിനകത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിന്ന് ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂപ്പ് ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല. ഇപ്പോൾ എറണാകുളത്തെ ഹോട്ടലിൽ നിന്നാണ് ഈ വോയിസ് ഇടുന്നത്. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുന്നു. പുതിയ പോളിസി ഉടൻ വരും.
ഡ്രൈ ഡേ എടുത്തു കളയുമെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ ഡ്രൈ ഡേ എടുത്തു കളയും എന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് എക്സൈസ് മന്ത്രി പറയുന്നത്. പക്ഷേ അവരത് അറിഞ്ഞു, എങ്ങനെയാണെന്നറിയില്ല, ഏത് മാജിക്കാണെന്നറിയില്ല. ഇതൊക്കെ ചെയ്യാൻ കൊടുക്കേണ്ടി വരും. ഇത് ഏത് കെട്ടിട നിർമ്മാണത്തിനാണ്? ക്ലിഫ് ഹൗസ് ആയിരിക്കും. എങ്ങനെ ചിരിക്കാതിരിക്കും? ഇന്നലെ അയാൾ ചിരിക്കുകയാണെങ്കിൽ ഞങ്ങളാണ് ചിരിക്കേണ്ടത്. എനിക്ക് ചിരി വരുന്നുണ്ട്. നിങ്ങളല്ല. അപ്ഡേറ്റഡ് ആവും സുഹൃത്തെ, അപ്ഡേറ്റഡ് ആവും. ഇതിന്റെ പുതിയ വർഷം ഇറങ്ങിയിട്ടുണ്ട്. അപ്ഡേറ്റഡാ. ജയരാജ് പറയൂ. എല്ലാ പ്രതികളും ഇങ്ങനെയാ പറയുന്നത്. പൊളിഞ്ഞു പോയ ആരോപണത്തിനെ കുറിച്ച് ഒരു കാര്യവും പറയാനില്ലാത്തതിനെ കുറിച്ച് എന്താണ് ഇതിനെ കുറിച്ച് പറയേണ്ടത്? ഇത്ര നേരം എന്ന് ചർച്ച ചെയ്ത് കാള പറ്റുന്ന കേട്ടോണ്ട കയറെടുക്കുക മാത്രമല്ല, കയ്യിൽ എണ്ണയും തേച്ച് കറക്കാൻ ഇറങ്ങുന്നവരടുത്ത് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കാനാണ്? അതാരായിരിക്കും? ജയരാജ് സഖാവേ, ചെയ്തിട്ടാണ് ഇപ്പൊ കാശ് വാങ്ങിച്ചിരിക്കുന്നത്. അതും കൂടെ നിങ്ങൾ പറയണം. അതാണ് ഇവിടുത്തെ പ്രശ്നം. കാള പ്രസവിക്കുന്നുണ്ട്, അതിന് കുറച്ച് കമ്മീഷൻ ആവും എന്ന് പറഞ്ഞിട്ട് കമ്മീഷൻ വാങ്ങിച്ചിരിക്കുക. അതാ പ്രശ്നം. അല്ല അതിന് ഈ അദ്ദേഹത്തിന്റെ ചിരിയിലും അദ്ദേഹത്തിന്റെ മറുപടിയിലും ഒക്കെ എല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. ശ്രീ യുവരാജ് ഗോകുൽ, ഇനിയിപ്പോ ഇതുകൊണ്ടൊരു ഗുണമുണ്ട്. അതായത് ഈ മദ്യനയം വന്നിട്ടില്ല, ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ടൊരു ഗുണമുണ്ട്. അതായത് ഈ ഡ്രൈ ഡേ പഴയപടി നിലനിൽക്കും. സെക്രട്ടറി തല ശുപാർശ ഡ്രൈ ഡേക്ക് വേണ്ടിയുള്ളത് തള്ളും. ബാറുകളുടെ സമയം തൽക്കാലത്തേക്കെങ്കിലും ദീർഘിപ്പിക്കില്ല. ഈ പരിശോധന ഇടയ്ക്കിടെ പരിശോധിക്കുന്നു എന്നുള്ളതൊക്കെ അങ്ങ് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാകും. അതായത് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്ന മദ്യനയം പൊളിഞ്ഞ് പാളിഷാകും. അല്ലാതെ തലയൂരാൻ ഇടതിനോ സർക്കാരിനോ CPM-നോ ഒക്കെ ആവുമോ? അല്ല, അത് അവര് അങ്ങനെ അങ്ങ് തല ഊരുക എന്നുള്ളത് നടക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. കാരണം ഇതിനകത്ത് വ്യക്തമായിട്ട് കൂടുതൽ വാട്സാപ്പ് സന്ദേശങ്ങൾ വരും. അല്ല, ഇതിനകത്ത് വ്യക്തമായിട്ട് അന്വേഷണം നടക്കണം. ഇതിനകത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ട് പിണറായി വിജയന്റെ കീഴിലുള്ള ഒരു സംവിധാനം അന്വേഷിക്കുന്നത് കൊണ്ട് മാത്രം ഇതിനകത്ത് ഒന്നും തന്നെ സംഭവിക്കാനില്ല. കാരണം ഇത് അന്വേഷിച്ചതിന് ശേഷം ഇത് അവരെന്തെങ്കിലുമൊക്കെ ആണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോകാൻ തന്നെയാണ് സാധ്യത. അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഒരു കാലത്തും പുറത്തു വരാനും പോകുന്നില്ല. ഇത് കൃത്യമായിട്ട് നിഷ്പക്ഷമായ ഒരു ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ അകത്തുള്ള യാഥാർത്ഥ്യം പുറത്തു വരികയുള്ളൂ. ഇപ്പോൾ തൽക്കാലത്തേക്ക് അവർ ഈ പറയുന്ന പോളിസി ഷെൽവിയും അല്ലെങ്കിൽ അവർക്ക് എന്നേക്കുമായിട്ട് ഷെൽവ് ചെയ്യേണ്ടി വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ മിന്നലിന് മുമ്പേ ഇടിഞ്ഞ് വന്നു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി പോയല്ലോ ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് തൽക്കാലത്തേക്ക് നല്ലത് എല്ലാ കാലത്തേക്കുമായിട്ട് തന്നെ അവർക്ക് ഇത് ഷെൽവ് ചെയ്യേണ്ടി വരും ഈ പറയുന്ന പോളിസി എന്ന് പറയുന്നത്. അത് തന്നെയാണ് എല്ലാം നല്ല പറയുന്നത്. ഈ വാട്സാപ്പ് സന്ദേശത്തിന് പിന്നാലെ വന്ന ഈ മലക്കം മറിച്ചിൽ വിശദീകരണത്തിൽ എന്നെ കോർണർ ചെയ്താണ് തുടക്കം മുതലേ സംസാരിച്ചത്. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോന്റെ നിലപാടാണ് ഇതിനെല്ലാം കാരണം. പ്രസിഡന്റ് സുനിൽ യോഗത്തിൽ പരസ്യമായി പറഞ്ഞ് വിമർശിച്ചു എന്നൊക്കെ എന്നെ മാത്രം പിന്നെ വല്ലാതെ ഭീഷണിപ്പെടുത്തുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇതിൽ പറയുന്നത് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞത് മദ്യനയത്തിൽ മാറ്റമുണ്ടാകും, വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡ്രൈ ഡേ മാറ്റും എന്നുള്ള കാര്യം, മദ്യം വിൽക്കാനുള്ള സമയം നീട്ടിത്തരും എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ അനിമോൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇത് എന്താണ്, ഇലക്ഷൻ കഴിയുന്നത് വരെയാണ്, കോഡ് ഓഫ് കണ്ടക്ട് കഴിയേണ്ട സാഹചര്യമുണ്ട്, വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം. ആരാണ് കൊടുക്കേണ്ടവർ എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് ആ വാങ്ങാൻ പോകുന്ന ആൾക്കാർ, അത് വെളിയിൽ വരണമെന്നേ. ഇതിനോടകം ഇത്തരത്തിലൊരു ചർച്ച ഇവിടെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 25 കോടി രൂപയുടെ, അത് മാത്രമല്ല അതിനകത്ത് പറയുന്നുണ്ട്, ഒരു റൗണ്ട് പിരിവ് നടന്നു എന്നും പറയുന്നുണ്ട്. ഒരു റൗണ്ട് പിരിവ് നടന്ന കാര്യം അവർ പറയുന്നുണ്ട്. അതായത് ആയി കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അഡ്വാൻസ് ചിലപ്പോൾ പോയിട്ടുണ്ടാവും, നമുക്കറിയില്ല. അഡ്വാൻസ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും ഒരു പിരിവ് തുടങ്ങിയിട്ടുണ്ട്. ആ പിരിവിൻ്റെ അഡ്വാൻസ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എല്ലാവരും കൊടുത്തു വരുമ്പോഴാണ് അതിനകത്തൊരു 25 കോടി രൂപ എന്ന് പറയുന്ന സാധനം വരുന്നത്. അപ്പൊ ക്യാഷ് ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ പൊതുജനത്തിന് ഇത് അറിയണ്ടേ? അപ്പൊ ഇതിന് അറിയാനുള്ള അവകാശമായ കാര്യമുണ്ട് എന്ന് വ്യക്തമാണ്. BJP-യുടെ തുടർ നടപടികൾ എന്താണ്? തീർച്ചയായിട്ടും BJP ശക്തമായ സമര പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകും. അതിനകത്ത് യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട. അത് BJP കൃത്യമായിട്ട് തന്നെ മുമ്പോട്ട് പോകും. ഇവരെ തുറന്നു കാണിക്കുന്നതിനകത്ത് ഒരു ഇഞ്ച് പോലും പുറകിലോട്ട് പോകില്ല എന്നുള്ള കാര്യം നമുക്ക് പറയാം. ശരി, ശ്രീ A. ഷുക്കൂർ, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രതിപക്ഷം വാക്കുകൾ കൊണ്ട് പ്രതിഷേധിക്കുന്നുണ്ട്, പക്ഷേ തെരുവിലിറങ്ങി പ്രതിഷേധം ഈ സർക്കാരിൻ്റെ
മദ്യനയ അഴിമതിയെ തുറന്നുകാട്ടൽ എപ്പോഴാണ്? അല്ല, ഈ പ്രതിപക്ഷം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ നിരവധി കേസുകളും നിരവധി പ്രശ്നങ്ങളുമായി പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് കേരളം എത്തിയത് കണ്ടില്ലേ? നവകേരള തുടങ്ങി ഇങ്ങോട്ട് വന്ന് തിരഞ്ഞെടുപ്പിന് മുന്നിലുള്ള ആ സന്ദർഭമെല്ലാം ഒന്ന് തിരിഞ്ഞു നോക്കൂ എൻ്റെ സുഹൃത്തെ, ഒന്ന് തിരിഞ്ഞു നോക്കൂ. പ്രതിപക്ഷത്തിൻ്റെ പോരാട്ടം എത്ര ശക്തമായിരുന്നു ഓരോ കാര്യത്തിലും എല്ലാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരെ വന്ന മാസപ്പടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൻ്റെ സമരത്തിൻ്റെ ഭാഗം, സമരവീതി, പോരാട്ടങ്ങളുടെ കഥകൾ എല്ലാം ഒന്ന് പരിശോധിക്കൂ. ഈ കാര്യത്തിലും ഞങ്ങൾ വ്യക്തമായ സമര പോരാട്ടത്തിലേക്ക് പോകും. അത് നിയമസഭയ്ക്കകത്തും പോകും. അവർ കാണിച്ചതുപോലെ ഉള്ള വൃത്തികെട്ട നിയമവിരുദ്ധ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളിൽ മാന്യതയും മര്യാദയും ഒക്കെ പാലിച്ചു കൊണ്ടല്ലാത്ത തരത്തിൽ തന്നെ അതിശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ശരി, ഡോക്ടർ ബി ജയരാജ്, ഒരു മിനിറ്റ് എടുക്കും. ഞങ്ങളുടെ ലീഡർഷിപ്പ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. UDF കൂടി തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായും ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട്. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കട്ടെ. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സത്യം വെളിവാവട്ടെ. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ജുഡീഷ്യൽ അന്വേഷണമോ മറ്റുപരി അന്വേഷണമോ ഈ പറഞ്ഞ പോലെ വേറെ വളരെ ഓപ്പൺ ആണ്. ശരി, മന്ത്രി ടൂർ പോയാലും ഞങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് CPM എത്ര തവണ ആവർത്തിച്ചു പറഞ്ഞാലും CPM-ഉം സർക്കാരും പ്രതിരോധത്തിൽ തന്നെയാണ്. പ്രതിപക്ഷം BJP-യും ഒക്കെ വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയാൽ അതിനെ എങ്ങനെ തിരിച്ചു പ്രതിരോധിക്കും എന്നുകൂടി ചിന്തിക്കേണ്ടി വരും സർക്കാരിനും CPM-നും. വളരെയധികം നന്ദി യുവരാജ് ഗോകുൽ, A. ഷുക്കൂർ, ഡോക്ടർ ബി ജയരാജ് ജനൻ ഡിബേറ്റിൽ പങ്കെടുത്തതിന്. പൂർണ്ണമാകുന്നു. നമസ്കാരം.